ടെക് ലോകത്തെ വാർത്തകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ പെർപ്ലക്സിറ്റി ഏറ്റെടുക്കാനൊരുങ്ങി ആപ്പിൾ. ഗൂഗിളിന്റെയും ChatGPTയുടെയും പ്രതിയോഗിയായ പെർപ്ലക്സിറ്റി സ്വന്തമാക്കുന്നതിലൂടെ AI രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ് ആപ്പിളിന്റെ ലക്ഷ്യം. നിലവിൽ ആപ്പിളുമായുള്ള ചർച്ച പ്രാരംഭഘട്ടത്തിലാണ്. ഏറ്റെടുക്കൽ തുകയിൽ തീരുമാനമായിട്ടില്ലെന്നുമാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആപ്പിളിന്റെ ഏറ്റെടുക്കൽ വിഭാഗം മേധാവി അഡ്രിയാൻ പെരീക്കയും സർവീസസ് മേധാവി എഡ്ഡി ക്യൂവും ഉൾപ്പെടെയുള്ള സംഘമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. സിരി അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ കാലതാമസവും ആപ്പിൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ AI സാങ്കേതികവിദ്യയിൽ മത്സരത്തിന് ഒരുങ്ങുകയാണ് ഏറ്റെടുക്കലിലൂടെ ആപ്പിൾ ശ്രമിക്കുന്നത്. ഇന്ത്യൻ വംശജനായ അരവിന്ദ് ശ്രീനിവാസൻ സഹസ്ഥാപകനായ പെർപ്ലക്സിറ്റി ടെക് ലോകത്ത് ഇതിനകം താരമാണ്. ഗൂഗിളിന്റെയും ChatGPTയുടെയും തിരയൽ സംവിധാനങ്ങൾ ഒരുമിച്ചാൽ കിട്ടുന്ന റിസൾട്ടാണ് പെർപ്ലക്സിറ്റി വാഗ്ദാനം ചെയ്യുന്നത്. കരുത്തുറ്റ ഒരു സെർച്ച് സംവിധാനമാണിത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, എൻവിഡിയ തുടങ്ങിയ കമ്പനികൾ പെർപ്ലക്സിറ്റിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2022 ഒരു കൂട്ടം എഞ്ചിനീയർമാരാണ് ഈ സെർച്ച് എഞ്ചിൻ സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ AI നിർമ്മിച്ച വ്യാജ വിവരങ്ങളുടെ അതിപ്രസരം യഥാർത്ഥമെന്ന് തോന്നുന്ന ചിത്രങ്ങളും വീഡിയോകളും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്തുന്നുവെന്ന് റിപ്പോർട്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷം ഡിജിറ്റൽ ലോകത്തേക്കും വ്യാപിച്ചതിന്റെ ആഘാതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച യുദ്ധചിത്രങ്ങളും വീഡിയോകളുമാണ് പങ്കുവയ്ക്കപ്പെടുന്നതെന്നാണ് BBC റിപ്പോർട്ട് ചെയ്തത്. ഈ വ്യാജ വിവരങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താനും സോഷ്യൽ മീഡിയയിലെ യുദ്ധ ആഹ്വാനങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ടെൽ അവീവിലും ബെൻഗുരിയോൺ വിമാനത്താവളത്തിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കി പ്രചരിച്ചതിൽ ഭൂരിപക്ഷവും AI സൃഷ്ടിച്ച ദൃശ്യങ്ങളാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, X എന്നിവയിലുടനീളം ഈ വീഡിയോകൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടുവെന്നും സാങ്കേതിക വിദഗ്ധർ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള വീഡിയോകളുടെ തരംഗം തന്നെയാണുണ്ടായതെന്നാണ് ബിറ്റ്മൈൻഡ് AIയുടെ സ്ഥാപകൻ കെൻ ജോൺ മിയാച്ചി വ്യക്തമാക്കിയത്. US കമ്പനിയായ ഗെറ്റിയൽ സെക്യൂരിറ്റിയും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. വ്യാജ വാർത്തകൾക്കിടയിൽ വിശ്വാസയോഗ്യമായ വാർത്തകൾ മുങ്ങിപ്പോവുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. മുൻപുണ്ടായിരുന്ന ധാരണകളെ തകർക്കുന്ന വ്യാജ വിവരങ്ങൾ പോലും ആളുകൾ വിശ്വസിക്കുന്നത് അപകടകരമാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ചാറ്റ്ബോട്ടുകളുടെ ഉപയോഗം പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുമെന്ന് ഗവേഷണം. അമിത ഊർജ്ജ ഉപഭോഗം കാർബൺ പുറന്തള്ളലും വർദ്ധിപ്പിക്കും. സങ്കീർണമായ ചോദ്യങ്ങളും റിപ്പോർട്ടുകളും AIയോട് ആവശ്യപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ അളവിൽ വർധന വരും. ഇത് വലിയ രീതിയിൽ കാർബൺ പുറന്തള്ളാൻ ഇടയാക്കും. ജർമ്മനിയിലെ ഹോഷുലെ മ്യൂണിച്ചൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ബീജഗണിതം, തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളിലെ ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയിൽ മുൻനിരയിലുള്ളത്. അടിസ്ഥാന ചോദ്യങ്ങളെക്കാൾ 6 മടങ്ങ് കൂടുതൽ കാർബൺ പുറന്തള്ളലാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടേഷൻ ജോലികൾ വഴി ഉണ്ടാവുന്നത്. അതിനാൽ ചാറ്റ്ബോട്ട്, ഉപയോക്താവ്, വിഷയം എന്നിവയെ അടിസ്ഥാനമാക്കി കാർബൺ പുറന്തള്ളൽ വ്യത്യാസപ്പെടുന്നുവെന്നും ഗവേഷകർ വ്യക്തമാക്കി. 14 വ്യത്യസ്ത AI മോഡലുകളിൽ നടത്തിയ പഠനത്തിലൂടെയാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവോയുടെ പുതിയ സ്മാർട്ട് ഫോണായ വിവോ Y400 Pro 5G ഇന്ത്യൻ വിപണിയിലെത്തി. 50 മെഗാ പിക്സൽ ക്യാമറ, 5500 mAh ബാറ്ററി എന്നിവയാണ് പ്രത്യേകതകൾ. ഒട്ടേറെ പ്രത്യേകതകളുമായാണ് വിവോ Y400 Pro വിപണിയിലെത്തിയത്. 6.77 ഇഞ്ച് 120 Hz 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ, 32 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയുമുണ്ട്. മീഡിയാടെക് ഡൈമൻസിറ്റി 7300 ചിപ്സെറ്റ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിനുള്ളത്. ആൻഡ്രോയിഡ് 15 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് പ്രവർത്തനം. വിവോ V400 Pro 5Gയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുണ്ട്. 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 5500 mAh ബാറ്ററിയാണ് ഈ ഫോണിനുള്ളത്. 8GB + 128GB സ്റ്റോറേജ് വേരിയന്റിന് 24,999 രൂപയും 8GB + 256GB സ്റ്റോറേജ് വേരിയന്റിന് 26,999 രൂപയുമാണ് വില. ഫ്രീ സ്റ്റൈൽ വൈറ്റ്, ഫെസ്റ്റ് ഗോൾഡ്, നെബുല പർപ്പിൾ നിറങ്ങളിൽ ഫോൺ ലഭ്യമാണ്. ജൂൺ 27 മുതൽ ഇ-കൊമേഴ്സ് സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, വിവോ ഇന്ത്യ ഓൺലൈൻ സ്റ്റോർ, ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവയിൽ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് വില കൂടും. എല്ലാ ഇരുചക്ര വാഹനങ്ങളിലും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നിർബന്ധമാക്കി. അടുത്ത ജനുവരി 1 മുതൽ ഇന്ത്യയിൽ വിൽക്കുന്ന സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടെയുള്ള എല്ലാ പുതിയ ഇരുചക്ര വാഹനങ്ങളിലും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നിർബന്ധമാക്കി. എഞ്ചിൻ വലിപ്പം പരിഗണിക്കാതെ എല്ലാ ഇരുചക്ര വാഹനങ്ങളിലും ABS ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം.
കൂടാതെ ഡീലർഷിപ്പുകൾ പുതിയ ഇരുചക്ര വാഹനങ്ങൾക്കൊപ്പം 2 BIS സാക്ഷ്യപ്പെടുത്തിയ ഹെൽമറ്റുകളും നൽകേണ്ടതുണ്ട്. അതേസമയം ഇത് 2 വീലറുകളുടെ വില വർധനയ്ക്ക് ഇടയാക്കും. എൻട്രി ലെവൽ മോഡലുകളുടെ ചിലവ് ഉയരുമെന്ന ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾക്ക് 125cc വിഭാഗത്തിൽ നിരവധി സ്കൂട്ടറുകളും ബൈക്കുകളുമുണ്ട്. ABS നിർബന്ധമാക്കിയതിനാൽ ഈ ബൈക്കുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടിവരും. ഏകദേശം 1 ലക്ഷം രൂപ എക്സ് ഷോറൂം വില വരുന്നവയ്ക്ക് വിലവർധനവ് ഉണ്ടായേക്കാം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എൻട്രി ലെവൽ 100cc മോട്ടോർ സൈക്കിളുകളെയും സ്കൂട്ടറുകളെയുമായിരിക്കും. 60,000 രൂപ പ്രാരംഭ വിലയുള്ള ഈ മോഡലുകൾക്ക് ABS ചേർത്താൽ ഏകദേശം 6,000 മുതൽ 10,000 രൂപ വരെ അധിക തുക നൽകേണ്ടി വന്നേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.